പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് ഇടതുപക്ഷം ജയിച്ചത്. ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല, പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല, 8 ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ല. 4 ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് 1 വീതം സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ആകെയുള്ള 25 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 18 ഡിവിഷനുകളിലും ഇടതുപക്ഷം ജയിച്ചിരിക്കുകയാണ്. 7 മാത്രമാണ് UDF ജയിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച 5 മുനിസിപ്പാലിറ്റികളും ഇത്തവണയും നിലനിർത്താനായി. അതിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഒരു ഡിസൈസീവായിട്ടുള്ള മുൻതൂക്കമില്ലായിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ 16 സീറ്റുകൾ നേടിക്കൊണ്ട് ഇരിട്ടി മുനിസിപ്പാലിറ്റി ജയിക്കാനായി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇത്തവണ സാധിച്ചു. മുനിസിപ്പാലിറ്റികളിൽ UDF ജയിച്ച മുനിസിപ്പാലിറ്റികളിലും നില മെച്ചപ്പെടുത്താനായി. ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM മാറി. അതുപോലെ ശ്രീകണ്ഠാപുരം നഗരസഭ 2 സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി. പാനൂർ നഗരസഭ കഴിഞ്ഞ തവണയുള്ള സീറ്റുകൾ അതേപടി നിലനിർത്താനും കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടതാണ്, അത് തിരിച്ചു പിടിക്കാനായി. അതോടൊപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിൽ വരുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ തവണ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിലായിരുന്നു. ആ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള മുൻതൂക്കം ഏതാണ്ട് അതേപടി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2000-ലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2020-ലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം ജയിക്കാത്ത മലയോരത്തെ ഒരു 5-8 പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ആ പഞ്ചായത്തുകൾ ഇത്തവണ നിലനിർത്താനായില്ല. എന്നാൽ സാധാരണ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അതേപടി നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ അനുഭവം. കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ UDFൻ്റെ സമയത്ത് UDFന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നിരുന്നത്. വലിയ നിലയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒപ്പത്തിനൊപ്പം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ പുറകോട്ടേക്ക് പോയി. ഇത്തവണ ശക്തമായൊരു മത്സരം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. എന്നാൽ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടത്താൻ വേണ്ടി കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ചുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തും. അപ്പോൾ പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷം ജില്ലാ പഞ്ചായത്താണ് സാധാരണ നിലയിൽ രാഷ്ട്രീയമായി വോട്ടിംഗ് നടക്കുന്ന ഒരു കേന്ദ്രം. ആ ജില്ലാ പഞ്ചായത്തിൽ 17-ൽ നിന്ന് 18 സീറ്റുകളായി ഇടതുപക്ഷത്തിന് ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ
മറ്റ് ഇടങ്ങളിലും പൊതുവിൽ ഏറ്റക്കുറച്ചിലുകളോടെ മുന്നേറ്റം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയുടെ അനുഭവം. അതിൽ 10-നടുത്തല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ 8 പഞ്ചായത്തുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 8 കുറഞ്ഞെങ്കിലും 2 പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് കടമ്പൂർ പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ പരാജയപ്പെട്ട കടമ്പൂർ പഞ്ചായത്ത് ഇത്തവണ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഡിസൈസീവായിട്ടുള്ള ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്താണ്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തും ഇപ്പം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇടങ്ങൾ പിടിച്ചെടുക്കുകയും 8 ഇടങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 8 നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് കാലാകാലമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളാണ്. മലയോര മേഖലയിലുള്ള UDFൻ്റെ ശക്തി കോട്ടകളായിട്ടുള്ള പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ പഞ്ചായത്തുകൾ ഇത്തവണ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേ സമയത്ത് കടമ്പൂർ പഞ്ചായത്തും മുഴപ്പിലങ്ങാട് പഞ്ചായത്തും ഭൂരിപക്ഷത്തിൽ, കടമ്പൂർ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അപ്പോൾ സാധാരണ UDF ജയിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്തത് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കണ്ണൂർ ജില്ലയുടെ ഒരു അടിത്തറ കരുത്തുണ്ട്. ആ കരുത്തിന് ഒരു വിധത്തിലും ഇളക്കം തട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 18 ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 17 ആയിരുന്നുവെങ്കിൽ അതും ഏറ്റവും വലിയ, കേരളത്തിലാകെ അതിശക്തമായ ഇടത് തരംഗം ആഞ്ഞു വീശുന്ന ഘട്ടത്തിൽ 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ 18 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ വിജയം ശക്തിപ്പെടുത്താൻ, വർദ്ധിപ്പിക്കാൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, അതും കൂടി പറയണമല്ലോ, എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി മേൽക്കൈയുള്ള ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡ്. പക്ഷേ പല സന്ദർഭങ്ങളിലും അവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ, അത് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതിലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലോ സാധാരണ നിലയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തുള്ള വാർഡ്. രാഷ്ട്രീയമായി മേൽക്കൈയുള്ള ഒരു വാർഡുമല്ല. എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ സാധാരണ നിലയിൽ അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ് വീടുകളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിനം ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് സാധാരണ നിലയിൽ ജയിച്ചു വരുന്നത്. ഇത്തവണ അത് ജയിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദമായ പരിശോധന പിന്നീട് നടത്തും. അല്ല, ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്ഥിതി എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. കണ്ണൂർ കോർപ്പറേഷനിലുള്ള ചില പ്രദേശങ്ങൾ കാലാകാലമായി, കണ്ണൂർ മുനിസിപ്പാലിറ്റിയുള്ള ഘട്ടത്തിൽ 10-40 വർഷത്തിലേറെ തുടർച്ചയായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇടതുപക്ഷം ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷവും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം ഒരു മുന്നേറ്റം നടത്തിയത് UDFനകത്തുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനമുള്ള ഒരു ഇടമല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ചിലയിടങ്ങൾ പ്രത്യേകിച്ചും UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അത് അതേപടി തുടർന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ അഴിമതിയുണ്ട്, വികസന വിരുദ്ധതയുണ്ട്, വികസനത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന കോർപ്പറേഷൻ ഭരണാധികാരികളുടെ സമീപനമുണ്ട്. ഇതിനെയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ വികസനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയത്. ആ അഭ്യർത്ഥന എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പിന്നീടുള്ള പരിശോധനയിൽ വരേണ്ടുന്നതാണ്. എന്തിനാലും
കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഉള്ളത്. ആ സ്ഥിതിയെ ഞങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അതേപടി ആ രീതിയിലേക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. പക്ഷേ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ നിലയിൽ ഒരു മത്സരം നടത്താൻ വേണ്ടി കഴിയാത്ത ഒരു പ്രദേശമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ. അപ്പോൾ അവിടെ ശക്തമായൊരു മത്സരം ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. 15 ഡിവിഷനുകളാണ് ഞങ്ങൾ ജയിച്ചത്. 15 ജയിച്ചതിൻ്റെ കൂടെ പരാജയപ്പെട്ട ചില ഡിവിഷനുകൾ, ഇപ്പോൾ 13 വോട്ടിന് മറ്റും പരാജയപ്പെട്ട ഒരു ഡിവിഷനുണ്ട്. അതുപോലെ തന്നെ 100 ചോടെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ചില ഡിവിഷനുകളുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള വാർഡ് വിഭജനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തുതന്നെയായാലും വിശദമായിട്ടുള്ള പരിശോധന കണ്ണൂർ കോർപ്പറേഷനെ എങ്ങനെയാണ് ഇവിടെ അവസാനിപ്പിക്കുകയല്ല, കണ്ണൂർ കോർപ്പറേഷനിൽ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ എങ്ങനെ നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളത് തുടർന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. എന്തുതന്നെയായാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഒരു വിധത്തിലും തകർന്നിട്ടില്ല, ദുർബലപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഒരു സ്ഥിതി എടുത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അതിൽ തോൽവിയുടെയും ജയത്തിൻ്റെയും പ്രശ്നമല്ല. അവിടെ ഒരു കാര്യം ശരിയാണ്, UDFൻ്റെ വോട്ട് ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ പ്രശ്നം അവിടെ വന്നല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് വൻതോതിൽ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷം പരാജയപ്പെട്ടതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ സംഘടനാപരമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കി മാത്രമേ മറ്റ് എന്തെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി കഴിയൂ. എന്തിനാലും അത് സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തുന്നതായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കണ്ടിട്ടുള്ളത്, വിശദാംശങ്ങൾ നോക്കിയിട്ടില്ല, പക്ഷേ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്, ഇപ്പോൾ ഇടതുപക്ഷം ചില ഒരു 3-4 സീറ്റുകൾക്ക് അല്ലെങ്കിൽ 1-2 സീറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ, ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു യോജിച്ച നീക്കമുണ്ടായി എന്നതിന് നിരവധി തെളിവുകളുണ്ട്. അത് ഇപ്പോൾ ഇരിട്ടി നഗരസഭയിൽ അത് സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയ വോട്ട് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് ചില പ്രത്യേക മേഖലകളിൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന ജയിക്കേണ്ട ചില മേഖലകളിൽ BJP അതിൻ്റെ വോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് UDFന് കൊടുത്തതായി കാണും. അതുപോലെ തന്നെ UDFൻ്റെ വോട്ടും ഇതുപോലെ നേരെ ഷിഫ്റ്റ് ചെയ്ത് BJPക്ക് കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ വർഗീയ കക്ഷികളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളെ ആകെ, അത് മതരാഷ്ട്രവാദികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കം വളരെ സെലക്റ്റീവായിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായി നടത്തിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിൽ NDAയുടെയും അതോടൊപ്പം തന്നെ SDP ഒക്കെ സാന്നിധ്യം ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ ഈ ശക്തികൾ പൊതുവിൽ ദുർബലപ്പെടുന്നതായിട്ടാണ് പ്രാഥമികമായി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയുക. എല്ലായിടത്തും പിടിക്കുകയാണ് ജയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടവർ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു വിസിബിളായിട്ട് എവിടെയെങ്കിലും ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. കണ്ണൂർ കോർപ്പറേഷനിലെ CPM BJPക്ക് വോട്ട് മറിച്ചൊരു ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം തുളിച്ചേരി ഡിവിഷൻ, അവിടെ 2020 LDFന് കിട്ടിയത് 1028 വോട്ടാണ്. ഇത്തവണ 567, എന്നാൽ 500 വോട്ട് കുറഞ്ഞു. അവിടെ ഇപ്പോൾ BJP ജയിച്ചിരിക്കുകയാണ്. അതിൽ ഒരു കാര്യം, ഈ വോട്ട് മറിച്ച് ശീലിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് അത് ഒരു ഭാഗത്ത് BJPയുടെ വോട്ട് വാങ്ങുന്നുണ്ട്, മറുഭാഗത്ത് ഇതര വർഗീയ ശക്തികളുടെയും SDPIയുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ ശീലിച്ചവർക്ക് അങ്ങനെ പറയാൻ വേണ്ടി തോന്നും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള പോലുള്ള വാർഡല്ല, ഡിവിഷനുകളല്ല ഇപ്പോൾ ഉള്ളത്. ഡിവിഷനുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾ വലിയ നിലയിൽ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടി വാർഡ് വിഭജനത്തിലൂടെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വാർഡാണ് ഈ പറഞ്ഞിട്ടുള്ള തുളിച്ചേരി വാർഡ് ഡിവിഷൻ. അങ്ങനെ ചില ഡിവിഷനുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വോട്ട് വിൽക്കുന്നതും വോട്ട് വില കൊടുത്ത് വാങ്ങുന്നതും ഞങ്ങളുടെ പണിയല്ല, അത് കോൺഗ്രസിൻ്റെ പണിയാണ്. ഇവിടെ പകുതിയിലധികം വോട്ടുകളാണ് ഇടതുപക്ഷത്തിന്.
സീറ്റിലാണ് മത്സരിച്ചത്. അല്ല, അറക്കൽ ഡിവിഷനിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടത്രല്ലേ ഉള്ളൂ. കഴിഞ്ഞ തവണ 900-ഓളം അല്ല, അത് സ്ഥാനാർത്ഥിയൊക്കെ നോക്കിയിട്ടാണ് പറയാൻ വേണ്ടി കഴിയുക. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ നോക്കിയിട്ടില്ല. അപ്രതീക്ഷിതമായ തോൽവിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുന്നു. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നല്ല മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മുന്നേറ്റം ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മലയോര മേഖലകളിൽ ഒരു സെറ്റ് പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന സംഘടനാപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നടത്തും. പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക തന്നെ ചെയ്യും. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. പരിശോധിക്കും. ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയാതെ പോയിട്ടുള്ളതെന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തും. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ നടത്തിയ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ വിധിയെഴുത്തെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളതാണെങ്കിൽ പെൻഷൻ കൂട്ടിക്കൊടുത്താൽ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 32 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചാൽ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യുമോ? സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യുമോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നത്, എതിരായി വോട്ട് ചെയ്യുമോ? അതുപോലെ വർഗീയ കലാപങ്ങളില്ലാത്ത, അസ്വാസ്ഥ്യങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ സംരക്ഷിച്ചാൽ അതിനെതിരായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അപ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ വിധിയെഴുത്ത് എന്ന് ഞാൻ കരുതുന്നില്ല. വലിയ നിലയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താവണമെങ്കിൽ സർക്കാർ എന്തെങ്കിലും കുറ്റം ചെയ്യണ്ടേ? ഈ നാട്ടിൽ നിങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നത് ചെയ്തില്ല, ഇന്നത് ചെയ്യണമായിരുന്നു, നിങ്ങളാരും വിമർശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തതിൻ്റെ പേരിലുള്ള ഒരു എതിരഭിപ്രായമായിട്ടല്ല ഇത് വന്നിട്ടുള്ളത്. മറ്റു ചില ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ എന്താണ് വിശദമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തേണ്ടതാണ്. അല്ല, അതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ആ പരിശോധന നടത്തിയതിന് ശേഷമേ അതിൻ്റെ മേലെ ഒരു പ്രതികരണം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം ന്യൂനപക്ഷ വോട്ടുകളാകുന്നതാണെങ്കിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടി പാടില്ലല്ലോ. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ തവണ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞ ഭൂരിപക്ഷം നേടാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്തല്ലല്ലോ. അവിടെ 4 സീറ്റുകളല്ലേ ഇടതുപക്ഷത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അവിടെ ജയിക്കാൻ വേണ്ടി കഴിയുന്നില്ല, അതാണെന്ന് കരുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്ഥിതിയാണെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ 18 സീറ്റുകൾ നേടി ജയിക്കുമോ? അതുപോലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ തെക്ക് മുതൽ ഇങ്ങോട്ടേക്ക് വലിയ നിലയിലുള്ള ഒരു ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നേരെ 7 ചുരുങ്ങിയല്ലോ. അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ ന്യൂനപക്ഷ വോട്ടിന് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുന്ന പഞ്ചായത്ത് വാർഡുകളാണല്ലോ. ആ വാർഡുകളിൽ തോക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എന്താണ് കാരണമെന്നുള്ളത് വിശദമായ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ഈ കുറ്റവാളിയായ പയ്യന്നൂർ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാത്ത കേസിലെ കുറ്റവാളി ജയിച്ചിട്ടുണ്ട്. CPM നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയിൽ അപ്പീലായി പോയി. അത് 9-ാം തീയതി പരിഗണിക്കാൻ ആ നിയമപോരാട്ടം ഇനി തുടരും നിഷാദിന് വേണ്ടി. അല്ല, അതിൽ കുറ്റവാളി എന്നുള്ളത് നിങ്ങൾ പറയുന്നല്ലേ, കോടതിയും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കോടതി എന്ന് പറഞ്ഞാൽ മേലെയും കോടതി ഉണ്ടല്ലോ. കോടതി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പീൽ പോകുന്നത്. അതിൽ പിന്നെ ആ ശിക്ഷാവിധി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിധിയാണോ എന്നുള്ളത്. ആ വിധി കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് അപ്പീൽ സ്വാഭാവികമായിട്ട് പോകും. അപ്പീൽ പോയി
നിഷാദിൻ്റെ നിരപരാധിത്വം, രണ്ടുപേരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായും പാർട്ടി നടത്തും.